ഇന്ന് വേറെ പ്രാർത്ഥനയോടുകൂടെ 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പൗലോസിന് തിമോഥെയോസിനോടുള്ളതായിരിക്കുന്ന അന്ത്യ നിയോഗങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് ഒരു ശുശ്രൂഷകൻ എന്നുള്ളതായ നിലയിൽ അനേക ദൗത്യങ്ങൾ ഒരു ശുശ്രൂഷകനുണ്ട് എന്നുള്ളതായ കാര്യങ്ങൾ നാം ചിന്തിച്ചു വരികയായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ അന്ത്യമായിട്ട് പൗലോസിന് തിമോഥെയോസിനോട് വീണ്ടും നിർദ്ദേശിക്കുവാനുള്ളതായ അനേക കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വീണ്ടും അന്ത്യമായിട്ട് താന് അറിയിക്കുകയാണ്. അതിന്റെ 1 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ പ്ലീസ് ആരെങ്കിലും ഒരാള് ദയവായി വായിച്ചാട്ടെ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്തു കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മതി. താങ്ക് യു. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളാണ് നമുക്ക് ഇപ്പോൾ വായിച്ചു കേൾക്കുവാനായിട്ടിടയായത്. അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ നമുക്ക് വായിച്ചു കേൾപ്പാനിടയായത്, ഞാൻ ദൈവത്തെയും ജീവികൾക്ക് മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്തു കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക എന്നാണ് നമുക്ക് വായിച്ചു കേൾക്കുവാനിടയായത്. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്നതായിരിക്കുന്ന ഈ ഭാഗത്ത് താന് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. തനിക്ക് നന്നായിട്ടറിയാം, താമസം വരാ താൻ മരണത്തിന് കീഴ്പ്പെടുമെന്ന്. അതുകൊണ്ട് ഈ ലേഖനത്തിന്റെ അന്ത്യ അധ്യായമായ ഈ ഭാഗത്ത് വളരെ ഗൗരവമായ കൽപ്പന തിമോഥെയോസിന് പൗലോസ് നൽകുകയാണ്. വീണ്ടും ദൈവത്തെങ്കിലേക്ക് തിമോഥെയോസിന്റെ ശ്രദ്ധ പൗലോസ് ഇവിടെ തിരിച്ചുവിടുകയാണ്. ദൈവത്തിനും തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനും തിമോഥെയോസ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും
എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഈ ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നത്. യേശു കർത്താവ് താമസമിന ന്യായം വിധിപ്പാനായിട്ട് വരും എന്നുള്ള ചിന്ത ഇവിടെ ധ്വനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമന സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, ഏത് കാലയളവിലും മരിച്ചുപോയതായിരിക്കുന്ന എല്ലാവർക്കും ന്യായവിധി ഉണ്ട് എന്ന് ഈ ഭാഗത്തൂടെ പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്. പുതിയ നിയമഭാഗം നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ട് എന്നുള്ളതായ പല ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ചില ഭാഗങ്ങൾ ഓർപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:1 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാൻ കഴിയും. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാൻ 5-ൽ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51-52, 1 കൊരിന്ത്യർ 15-ന്റെ 51-52 ഈ വാക്യങ്ങളൊക്കെ നാം വായിച്ചു നോക്കിയാൽ വരാൻ പോകുന്നതായ ന്യായവിധിയെ സംബന്ധിക്കുന്നതായ പരാമർശങ്ങളാണ് ഈ വാക്യങ്ങളിലെല്ലാം ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നാം ഇവിടെ ഗ്രഹിക്കേണ്ടത്, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നുവെന്ന് ദൈവമക്കളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും ചിന്തിക്കരുത് രക്ഷിക്കപ്പെട്ടവർക്ക് ന്യായവിധി ഉണ്ട് എന്ന് ചിന്തിക്കരുത്. യേശുവിൽ നാം വിശ്വസിച്ചത് മുഖാന്തരം നമുക്ക് ന്യായവിധിയിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിലാണ് വിശ്വാസികൾ നിൽക്കേണ്ടത്. അത് ഒരു ന്യായവിധിക്ക് വേണ്ടിയാണെന്ന് ആരും ചിന്തിക്കരുത്. നമ്മുടെ കർത്താവ് വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ 7 വർഷം കർത്താവിനോടുകൂടെ നാം ആ സ്വർഗീയ സ്ഥലങ്ങളിലായിരിക്കും. എന്നാൽ അവിടെ വെച്ച് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വിശ്വാസികൾ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ചെയ്തതിനെല്ലാം പ്രതിഫലം വാങ്ങിക്കുവാനായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ന്യായവിധി അല്ല, പിന്നെ പ്രതിഫല വിഭജനത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായ കാര്യമാണ്. അതേസമയം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം വെള്ള സിംഹാസനത്തിന് മുൻപിൽ മരിച്ച ആബാലവൃദ്ധം ജനത്തെയും ദൈവം കൂട്ടിവരുത്തുന്നതായിട്ട് കാണാൻ കഴിയും. അന്ത്യന്യായവിധിയാണ്, മനുഷ്യർക്കുള്ളതായ അന്ത്യന്യായവിധിയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് പ്രസ്തുത ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അന്ത്യന്യായവിധിയാണ്. അത്
ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പൗലോസ് തിമോഥെയോസിന് ചില കൽപ്പന രൂപത്തിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്. കൽപ്പനകളായിട്ട് ചില കാര്യങ്ങൾ തിമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? വചനം പ്രസംഗിക്കുക. ഒരു കൽപ്പന എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നത്. വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതായ വചനം പരസ്യമായി ഘോഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ദൈവവചനം പരസ്യമായി ഘോഷിക്കണം. രാജാതിരാജാവാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഔദ്യോഗിക ഘോഷകന്മാര് എന്നുള്ള നിലയിൽ ഒരു സുവിശേഷകന് അഭിമാനിക്കാൻ വകയുണ്ടെന്ന് ദൈവമക്കൾ മറക്കരുത്. അതൊരു വലിയ അഭിമാനകരമായ കാര്യമാണ് കേട്ടോ. എന്താണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്നറിയാമോ? ദൈവത്തിന്റെ വചനം ഘോഷിക്കുക എന്നുള്ളതാണ്. ബില്ലി ഗ്രഹാം ഒരു നല്ല സുവിശേഷകനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. തന്റെ പ്രസംഗത്തിലൂടെ ദൈവശക്തി വ്യാപിച്ചത് മുഖാന്തരം അനേകർ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവരാജ്യത്തിന്റെ അംശങ്ങളായി തീരുവാനും ഇടയായി. അദ്ദേഹം ഒരു നല്ല സുവിശേഷകനായിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി തീരുവാനുള്ളതായിരിക്കുന്ന ഒരു അവസരം തനിക്ക് ലഭിച്ചു. അമേരിക്കൻ പ്രസിഡന്റായി തീരുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റായി തീരണമെന്ന് മറ്റുള്ളവർ തന്നെ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ ചെയ്യുന്നതായിരിക്കുന്ന ഈ ജോലിയേക്കാൾ അതൊരു താണ ജോലി ആയതുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറയാനിടയായത്. കേട്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓർത്തു നോക്കണം, ഒരു സുവിശേഷകനെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഔദ്യോഗിക കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പരസ്യമായി ഘോഷിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയും ദൈവം നൽകിയിരിക്കുന്ന ഒരു ജോലിയുമാണ് ദൈവവചനം ഘോഷിക്കുക എന്നുള്ളതെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത് വചനം പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ, സ്വതവേ തിമോഥെയോസിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിലൊക്കെ ഭയമുള്ള വ്യക്തിയാണ്. തിമോഥെയോസ് ഭീരുവാണ്. അത് പൗലോസിന് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, ദൈവവചനം ഘോഷിപ്പാൻ നിനക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നീ ഭയം കൂടാതെ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവവചനം പ്രസംഗിക്കുന്നതിൽ നീ ഭയപ്പെടരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് ദൈവവചനം? മനുഷ്യർക്ക് വെളിപ്പെട്ട് കിട്ടിയതായ സത്യത്തിന്റെ പൂർണ്ണ രൂപമാണ് ദൈവവചനം.
ദൈവത്തിന്റെ വെളിപ്പാടാണ് വചനം കേട്ടോ. അപ്പോൾ അത് വെളിപ്പെട്ടതായിരിക്കുന്ന സത്യം, നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നതായ സത്യത്തിന്റെ പൂർണ്ണമായ രൂപമാണ് ദൈവവചനം എന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ ഒരിക്കലും രാഷ്ട്രീയമോ തത്വശാസ്ത്രമോ അതുപോലെ ധനത്തിന്റെ തത്വശാസ്ത്രമോ ഒന്നും അല്ല പ്രസംഗിക്കുന്നത്. പരസ്യമായി മാനവരാശിക്കുള്ളതായ ദൈവം ഒരുക്കിയതായ രക്ഷയാണ് വാസ്തവത്തിൽ വചനത്തിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിനെ ഭരമേൽപ്പിച്ചതായ കൃത്യം എന്ന് പറയുന്നത് വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വചനത്തോടുള്ളതായിരിക്കുന്ന വിശ്വാസികളുടെ മനോഭാവം എന്തൊക്കെയാണെന്ന് നമ്മൾ അല്പകാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വചനത്തോടുള്ള വിശ്വാസികളുടെ മനോഭാവങ്ങൾ എന്തെല്ലാം ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്, വിശ്വാസികളുടെ വചനത്തോടുള്ളതായിരിക്കുന്ന മനോഭാവത്തിൽ ഒന്നാമത്തേത്, ദൈവത്തിന്റെ വചനം വിശ്വാസികൾ ഹൃദയത്തിൽ വസിക്കണം. വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവവചനം വസിക്കണം. കൊലോസ്യർ 3:16. രണ്ട്, വചനത്തിലൂടെ ലഭിക്കുന്ന ഉപദേശം ശ്രദ്ധിക്കണം. വചനത്തിലൂടെ ലഭിക്കുന്ന ഉപദേശം ശ്രദ്ധിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2:42. അടുത്തത്, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ വചനത്തിലൂടെയാണ് നമുക്ക് ഉപദേശം ലഭിക്കുന്നത്. ആ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം. ഒന്ന് തിമോഥെയോസ് 4:16. അടുത്തത്, ഉപദേശം ഹൃദയപൂർവ്വം അനുസരിക്കണം. ഉപദേശം ഹൃദയപൂർവ്വം അനുസരിക്കണം. റോമർ 6:17. അടുത്തത്, പഥ്യവചനം അനുസരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. പഥ്യവചനം അനുസരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. ഒന്ന് തിമോഥെയോസ് 6:3. അടുത്തത്, ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കണം. ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കണം. തീത്തോസ് 1:9. അടുത്തത്, ഉപദേശത്തിൽ നിലനിൽക്കണം.
ഉപദേശത്തിൽ നിലനിൽക്കണം. 2 യോഹന്നാൻ 9-ാം വാക്യം. അപ്പോൾ ദൈവവചനത്തോട് വിശ്വാസികൾക്കുള്ള മനോഭാവങ്ങളാണ് ഈ പറയപ്പെട്ടതായ കാര്യങ്ങൾ. ആ വചനത്തിലൂടെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വീണ്ടും പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന മറ്റൊരു കാര്യം, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ഒരുങ്ങി നിൽക്കുക, അതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഒരുങ്ങി നിൽക്കുക. രണ്ടാമത്തെ കൽപ്പന അതാണ്, ഒരുങ്ങി നിൽക്കുക. ദൈവത്തിന്റെ വചനവുമായി തിമോഥെയോസ് എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കണം. ഒരുങ്ങി നിൽക്കണം. അത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ലഭിക്കുന്ന സമയം അനുകൂലമായിരിക്കാം, അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കാം. സൗകര്യപ്രദമല്ലാത്ത ഒരു അവസരമായിരിക്കാം. അവിടെ ഏത് കാര്യങ്ങളായാലും, പ്രതികൂലങ്ങളാകട്ടെ അനുകൂലങ്ങളാകട്ടെ, ഏതു സമയത്തും ദൈവവചനം പറയുന്നതിൽ ഒരു ശുശ്രൂഷകൻ എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴുമുള്ള ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് പോലെ എപ്പോഴുമുള്ള ഒരു കർത്തവ്യമാണ് വചനം പ്രസംഗിക്കുക എന്നുള്ളത്. ആ കാര്യത്തിൽ അവന് അവധി പറയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും നാം കാണുന്നത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ ശേഷം സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക എന്നാണ്. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. തിമോഥെയോസിന് കൊടുക്കുന്നതായ അടുത്ത കൽപ്പനയാണ് ശാസിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ തെറ്റിനെ കുറിച്ച് ബോധം വരുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ശാസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒരുവൻ ഏതെങ്കിലും ഒരു തെറ്റിലകപ്പെട്ടു പോയാൽ അവൻ ചെയ്തതായിരിക്കുന്ന തെറ്റിനെ സംബന്ധിച്ച് അവനെ എന്ത് ചെയ്യണം? ബോധം വരുത്തണം. അപ്പോൾ ആ ഒരു കാര്യം തിമോഥെയോസിനെ പൗലോസ് ഇവിടെ ചുമതലപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ദൈവസഭകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ദോഷം എന്ന് പറയുന്നത് ഇതാണ്. അതായത് അവരുടെ തെറ്റുകളെ ബോധ്യം വരുത്താത്തത് കൊണ്ട്, അവരെ ശാസിക്കാത്തത് കൊണ്ട് ആത്മീയ നിലവാരം ദൈവസഭകളിൽ ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു ശുശ്രൂഷകനെ ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്നത് ശരിയും തെറ്റും അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ആത്മീയ നിലവാരം അധപ്പതിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ ശാസിക്കുക, തെറ്റിനെ പറ്റി ബോധം വരുത്തുക. അതെങ്ങനെ വേണം? സകല ദീർഘക്ഷമയോടും പിന്നെ ഉപദേശത്തോടും കൂടെ വേണം. ആ കാര്യത്തിൽ വളരെ ദീർഘക്ഷമ ആവശ്യമാണ്. അതേസമയം ഉപദേശവും ആവശ്യമാണ്. വീണ്ടും പൗലോസ് പറയുന്നത് തർജ്ജനം ചെയ്യുക എന്നാണ്. തർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ
തെറ്റിലകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിന് താക്കീത് നൽകേണ്ടത് ആവശ്യമാണ്. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം ഓരോന്നായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ഒന്നിനെ കൂടാതെ മറ്റൊന്ന് പൂർണ്ണമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പറഞ്ഞതിൽ ഒരു കാര്യം ചെയ്തിട്ട് മറ്റൊരു കാര്യം ചെയ്യാതിരിക്കുന്നെങ്കിൽ അത് പൂർണ്ണമാകത്തില്ല. ഇതെല്ലാം കൂടെ ചെയ്തെങ്കിൽ മാത്രമേ തിമോഥെയോസിനെ പൗലോസ് ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങളിൽ അതിനൊരു പൂർണ്ണത വരികയുള്ളൂ എന്നുള്ള കാര്യം നാം ഇത്തരണത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. വീണ്ടും മൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവർ പത്യോപദേശം പൊറുക്കാതെ കർമ്മരസന്മാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ തന്നെ പൗലോസ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തിമോഥെയോസിനെ ഇവിടെ ഓർപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവര് പത്യോപദേശം പൊറുക്കാതെ കർമ്മരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും എന്ന് പറഞ്ഞാൽ, സഭയിലെ ജനങ്ങൾ പത്യോപദേശത്തിൽ ശ്രദ്ധിക്കാത്തൊരു കാലം വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നാം പറയുന്നതായിരിക്കുന്ന വചനത്തിൽ ആ പത്യോപദേശം അടങ്ങിയിരിക്കണം. പത്യോപദേശത്തിൽ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ഒരു ദൈവസഭ ആരോഗ്യമുള്ള സഭയായിട്ട് മുൻപോട്ട് പോകത്തുള്ളൂ. നമുക്കറിയാം, ഈ പച്ചമരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ചില രോഗങ്ങൾക്ക് മെഡിസിൻ തരുമ്പോൾ വൈദ്യര് പറയാറുണ്ട്, ഇന്നത് ആ സമയത്ത് പഥ്യമായി നോക്കിക്കൊള്ളണം, അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ മരണത്തിലേക്ക് നയിക്കുവാനായിട്ടിടയാകും. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ പഥ്യോപദേശം ഉണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ആ പഥ്യവചനമാണ് ദൈവദാസന്മാരെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ വിശ്വാസികൾ പഥ്യോപദേശം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കാലം വരാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് തിമോഥെയോസിനെ ഇവിടെ ഓർപ്പിക്കുകയാണ്. കാരണം ഇത് അന്ത്യകാലഘട്ടമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചല്ലോ, അന്ത്യകാലത്തിന്റെ അന്ത്യസമയത്താണ് നാം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അവസരത്തിൽ കേൾക്കാനായിട്ട് ഇമ്പമുള്ളവയിൽ തൽപരരായിട്ട് അവർ തങ്ങളുടെ ഇച്ഛയ്ക്കിണങ്ങുന്നതായ ഉപദേഷ്ടാക്കന്മാരെയാണ് അവര് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഥ്യോപദേശങ്ങൾ പറയുന്നവരെ ജനത്തിന് ഇഷ്ടമില്ലാതെയാകും. പിന്നെയോ രസമാകുമാറ്, അതായത് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യും, ആകർഷിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം.
അതാണ് ശരിയായ തർജ്ജമ പറയുന്നത്. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ തൽപരരായി അവർ തങ്ങളുടെ ഇച്ഛയ്ക്ക് ഇണങ്ങുന്ന ഉപദേഷ്ടാക്കന്മാരെ വിളിച്ചുകൂട്ടും എന്നാണ് അതിന്റെ ശരിയായ തർജ്ജമയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക എന്നാണ്. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. അവിടെ പെരുക്കുക എന്നുള്ളതായ വാക്കിന് കൂമ്പാരമായി കൂട്ടുക എന്നാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുബോധത്തോടെ സത്യവചനം പ്രസംഗിച്ച് കേൾക്കുന്നത് ഇഷ്ടമില്ലാത്തതായ ഒരു കാലഘട്ടം വരികയും കേൾക്കുവാനായിട്ട് ഇമ്പമുള്ളതായ കാര്യങ്ങൾ പറയുന്നതിൽ തൽപരരായി അങ്ങനെ തങ്ങളുടെ ഇഷ്ടത്തിനൊത്തുള്ളവരെ അവരെ വിളിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടമാണ് അന്ത്യകാലത്ത് വരുന്നതെന്നാണ് ഇവിടെ പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നതായ ഒരു മൂർധന്യ അവസ്ഥയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നുള്ള കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി ചെയ്യുക എന്നിങ്ങനെയാണ് പൗലോസ് തിമോത്തിയോസിന് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ, നീയോ നിർമ്മതൻ ആയിരിക്കണം, കഷ്ടം സഹിക്കണം, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം, നിന്റെ ശുശ്രൂഷ പൂർണ്ണമായി നിറവേറ്റണം. അപ്പോൾ നിർമ്മതനായിരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷയിൽ ശാന്തതയും സ്ഥിരതയും സുബോധവുമുള്ളവൻ ആയിരിക്കണമെന്നാണ് പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിച്ചിരിക്കുന്നത്. ശാന്തനായിരിക്കണം, സ്ഥിരതയുള്ളവനായിരിക്കണം, സുബോധമുള്ളവനായിരിക്കണം. ഇതെല്ലാം നിർമ്മതൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് നമുക്ക് അവിടെ എടുക്കുവാനായിട്ട് കഴിയും. വീണ്ടും പൗലോസ് പറയുകയാണ്, കഷ്ടം സഹിക്കണം. കഷ്ടതയെ പറ്റി പരാതിപ്പെടാൻ പാടില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷാ കാലങ്ങളിൽ ആ വ്യക്തി എന്തനുഭവിക്കേണ്ടി വരും? കഷ്ടത അനുഭവിക്കേണ്ടി വരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ അത് തന്നെയാ പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു കൂട്ടം ഉപദേശം പറയുന്നത് ഒരു വിശ്വാസിക്ക് കഷ്ടത വരാൻ പാടില്ലെന്നാണ് ഉപദേശം കൊണ്ടുവന്നിരിക്കുന്നത്. അത് തെറ്റായ നടപടിയാണ്. കർത്താവ് തന്നെ പറഞ്ഞിച്ചു പോയത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ആ കഷ്ടങ്ങൾ വരുമ്പോൾ അത് ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതൊരിക്കലും ദൈവമക്കൾ മറന്നു പോകുവാനായിട്ടിടയാകരുത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശുശ്രൂഷാ കാലഘട്ടത്തിൽ പലവിധമാകുന്ന കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടിടയായിട്ടുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, എന്നെപ്പോലെ കഷ്ടത അനുഭവിച്ച മറ്റൊരാൾ കാണുമോ? ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളും അതായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ കഷ്ടങ്ങൾ വരുമ്പോൾ ഒരിക്കലും ദൈവമക്കൾ ദൈവത്തോട് പരാതി പറയുന്നവരായിത്തീരും. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഏത് കഷ്ടതയുടെ പുറകിലും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളും ദൈവത്തിന് ചില പ്ലാനുകളും ഉണ്ടെന്ന് ദൈവമക്കൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട്
കഷ്ടതയിൽ കൂടെ കടന്നുപോയതായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നന്നായി അറിവുള്ള തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ ലേഖനത്തിലൂടെ എഴുതി താന് ഓർപ്പിക്കുകയാണ്, നീ കഷ്ടം സഹിക്കുന്നവനായിരിക്കണം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ശിഷ്യന്മാരെ പറഞ്ഞുറപ്പിക്കുന്നതായ അപ്പോസ്തലന്റെ വാക്കുകൾ ഇവിടെ കാണാൻ കഴിയും. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണെന്നും പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു പോകുന്നുവെന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തിമോഥെയോസിനോട് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്, നീ കഷ്ടം സഹിക്കുന്നവനായിരിക്കണം. കഷ്ടത വരുമ്പോൾ നീ പിറുപിറുക്കരുത്. കഷ്ടത വരുമ്പോൾ നീ പരാതിയുള്ളവനായി തീരരുത് എന്ന് പൗലോസ് ഇവിടെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മാത്രമല്ല പൗലോസ് പറയുന്നു, സുവിശേഷകന്റെ പ്രവൃത്തിയാണ് നീ ചെയ്യേണ്ടത്. സുവിശേഷകന്റെ പ്രവൃത്തി. ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കേണ്ടി വന്നാൽ അത് നീ സഹിക്കണം. അതെങ്ങനെ വേണം? സന്തോഷത്തോടെ സഹിക്കണം. അങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പല സന്ദർഭങ്ങളിൽ അവരെ ശാരീരികമായി ഉപദ്രവിക്കുക മാത്രമായിരുന്നില്ല, അപമാനിക്കുവാൻ കഴിയുന്ന നിലകളിലെല്ലാം എന്ത് ചെയ്തു? തന്റെ ദാസന്മാരെ അപമാനിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുവാനായിട്ടിടയാകേണ്ടി വന്നാൽ പോലും ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? അത് സന്തോഷത്തോടെ സഹിക്കണം എന്നാണ് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഒരു സുവിശേഷകന്റെ വരം എന്താണെന്നറിയാമോ? രക്ഷാ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ഒരു ദൗത്യമാണ് ഒരു സുവിശേഷകനെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരുപക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ വരാം, അത് അനുകൂലമായി തീർന്നെന്ന് വരാം. അത് ആയിരിക്കരുത് അവന്റെ ശ്രദ്ധ. ദൈവം അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ത് ചെയ്യണം? അത് യാതൊരു മടിയും കൂടാതെ ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ആ സുവിശേഷ സന്ദേശം എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഒരു സുവിശേഷകനെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണെന്ന് ഇവിടെ വീണ്ടും പൗലോസ് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ത് ചെയ്യണം? പൂർണ്ണമായി ചെയ്യണം. പൂർണ്ണമായി ചെയ്യണം. ഇത് വാസ്തവത്തിൽ പൗലോസ് അറിവിൽ നിന്ന് പറഞ്ഞ് തിമോഥെയോസിനെ ഉപദേശിക്കുകയല്ല. പിന്നെയോ പൗലോസിന്റെ ജീവിത അന്ത്യം വരെ തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തതായിരിക്കുന്ന മാതൃകാപരമായിരിക്കുന്ന ജീവിതം മുന്നിൽ കാഴ്ചവെച്ചിട്ടാണ് പൗലോസ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? തിമോഥെയോസിനോട് ലേഖനത്തിൽ കൂടെ അറിയിക്കുന്നത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. പൗലോസിന്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം. എന്താണ്? ഇനി അധിക നാള് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കത്തില്ല. എത്ര വേഗത്തിൽ മരണം തന്നെ വന്നു പിടിക്കും. താൻ മരണപ്പെടും. തൻ്റെ ജീവിതം തീരാറായി എന്ന് വ്യക്തമായി പൗലോസിന് നല്ല അറിവുണ്ട്. ആ സന്ദർഭത്തിലാണ് അന്ത്യമായി തിമോഥെയോസിനോട് പൗലോസ് ലേഖനത്തിൽ കൂടെ എഴുതി അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് തിമോഥെയോസിന് ലേഖനം എഴുതേണ്ടി വന്നതെന്നറിയാമോ? തിമോഥെയോസ് ഈ അവസരത്തിൽ പൗലോസിന്റെ അടുക്കലില്ല.
താന് വളരെ ആഗ്രഹിച്ചു തിമോത്തിയോസിനെ കാണണം, തിമോത്തിയോസ് എൻ്റെ അടുക്കൽ വരണം, അവനോട് ഒരുപാട് കാര്യങ്ങൾ പറയണം. ഇതൊക്കെ ആഗ്രഹിച്ച കാര്യമാണെങ്കിലും തന്റെ മരണത്തിന് മുൻപ് തിമോത്തിയോസിനെ പൗലോസിനെ നേരിൽ കാണുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ തന്റെ അരുമ ശിഷ്യനായിരിക്കുന്ന, തന്റെ നിജപുത്രനായിരിക്കുന്ന ആ തിമോത്തിയോസിന് അന്ത്യമായിട്ട് എഴുതി അവൻ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായ നിലയിൽ പൗലോസ് തിമോത്തിയോസിനെ എന്ത് ചെയ്യുകയാണ്? എഴുതി അറിയിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും 6 മുതൽ വായിച്ച വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പറഞ്ഞ്, അതായത് വർത്തമാനകാലത്തിൽ, അതായത് ആ വിശുദ്ധ മൂല്യങ്ങൾ ഉയർത്തി കാണിച്ച് പൗലോസിന്റെ ഒരു വിടവാങ്ങലാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിനറിയാം താന് നിത്യതയുടെ തീരത്തേക്ക് എന്ത് ചെയ്യുകയാണ്? അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൗലോസിന്റെ സ്ഥാനത്ത് താന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പൗലോസിന്റെ സ്ഥാനം അത് പൂരിപ്പിക്കുവാൻ, ആ സ്ഥാനം നിലനിർത്തുവാൻ തിമോത്തിയോസിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ആ വിടവ് നികത്തുവാനാണ് പൗലോസ് ഇത്രമാത്രം വ്യക്തമായി, വളരെ ഗൗരവമായി തിമോത്തിയോസിനെ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത്? താൻ ഓർപ്പിക്കുന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത്. കണ്ടോ, താൻ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. കണ്ടോ, ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ താന് ഈ പറയുന്നതായിരിക്കുന്ന വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, തനിക്കിപ്പോൾ ആയിരിക്കുന്നതായ താനായിരിക്കുന്ന തടവ്, അല്ലെ, കാരാഗൃഹത്തിൽ താൻ തടവിലായിരിക്കുകയാണ്. ആ തടവ് ഒരു കഷ്ടതയായിട്ടല്ല പൗലോസ് ഇവിടെ കാണുന്നത്. ആണോ? ഒരിക്കലുമല്ല. വാസ്തവത്തിൽ കർത്താവിന്റെ നാമനിമിത്തമായിട്ട് ഇങ്ങനെ ഒരു തടവങ്ങാനം ഇന്ന് ആർക്കെങ്കിലും ഉണ്ടായാൽ, ഒരു ലേഖനം, ഒരു കത്തെഴുതാൻ ഒരു അവസരം കൊടുത്താൽ, വാസ്തവത്തിൽ അതിനകത്തൊക്കെ എഴുതി വെക്കുന്നത് എന്തായിരിക്കും? അല്ലേ, ഞാനിവിടെ കിടന്ന് വളരെ കഷ്ടത അനുഭവിക്കുകയാണ്, എൻ്റെ വിടുതലിന് വേണ്ടി വ്യക്തിപരമായും കുടുംബമായും സഭയായിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്നൊക്കെ എഴുതി പിടിപ്പിക്കും. പക്ഷേ പൗലോസിന്റെ എഴുത്തുകളിൽ അങ്ങനെ ഒന്നും ഒരു അക്ഷരം പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു പാനീയ യാഗമായിട്ടാണ് താൻ ഇതിനെ കാണുന്നത്. ഒരു പാനീയ യാഗം. അത് പഴയ നിയമത്തിലെ ഒരു ചിന്ത അവിടെ കൊണ്ടുവരുന്നത്. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായവും സംഖ്യാപുസ്തകം 15-ാം അധ്യായവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഹോമയാഗമായി അർപ്പിക്കുന്നതാണ് ഈ പദപ്രയോഗം സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ പല യാഗങ്ങളുണ്ടല്ലോ.
അതിൽ ഹോമയാഗം എന്ന് പറയുന്നതായ ഹോമയാഗത്തോട് ചേർന്നുള്ള ഒരു പദപ്രയോഗമാണ്, അല്ലെങ്കിൽ ഒരു ആശയം ആണ് പാനീയയാഗം. പുറപ്പാട് 29:40 സംഖ്യ 15:1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണം അനുസരിച്ച് ഒരാടിനെ യാഗമായി അർപ്പിക്കുമ്പോൾ, അതായത് ഈ വീഞ്ഞ് യാഗത്തിന്മേൽ അർപ്പിക്കുന്ന ഒരു യാഗത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നു. ഒരാടിനെയാണ് യാഗം കഴിക്കുന്നതെങ്കിൽ കാൽ ഹീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/4 ലിറ്ററോളം വരും. ഒരു ആട്ടുകൊറ്റനെയാണ് യാഗം കഴിക്കുന്നതെങ്കിൽ 1/3 ഒരു 3/4 ലിറ്റർ വീഞ്ഞ്. ഒരു കാളയാണ് അർപ്പിക്കുന്നതെങ്കിൽ, അതായത് 1/2 ലിറ്റർ എന്നുള്ളതായ ഒരു സംഖ്യ, ഒരു കണക്കുണ്ട്. ആ കർമ്മത്തിന്റെ അവസാന പടിയായിട്ട് ഈ വീഞ്ഞ് അർപ്പിച്ചതായിരിക്കുന്ന യാഗത്തിന്റെ മേല് ഒഴിക്കണം. അതുദ്ദേശിച്ചാണ് ഏത് പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? പാനീയ യാഗം എന്നുള്ളതായ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പൗലോസ് പറയുകയാണ്, എന്റെ ജീവിതം, ഈ കാരാഗ്രഹത്തിലെ അവസാന ജീവിതം, ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പൗലോസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. നോക്കിക്കേ, എത്ര പ്രത്യാശയോടെയാണ്, എത്ര ഉറപ്പോടുകൂടിയാണ്, എത്ര സന്തോഷത്തോടു കൂടിയാണ് പൗലോസ് ഈ കാര്യം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് മറന്നു കളയരുത്. മാത്രമല്ല, താൻ പറയുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. കണ്ടോ? എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. നിര്യാണം എന്ന് പറയുന്നത് ബൈബിളിൽ മരണത്തെക്കുറിച്ച് ഉദ്ധരിച്ചിരിക്കുന്ന പദങ്ങളിൽ ഒരു പദമാണ്. മരണത്തിന് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പല പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ അറിവുണ്ടായിരിക്കണം. അപ്പം മരണത്തിന് പുതിയ നിയമഭാഗത്ത് ഉദ്ധരിച്ചിരിക്കുന്നതായ പല പദപ്രയോഗങ്ങൾ ഉള്ളതിൽ ഒരു പദമാണ്, ഏത് പദം? നിര്യാണം. നിര്യാണം. ഇതിന് 4 അർത്ഥങ്ങളുണ്ട് കേട്ടോ. അത് ഒരു വേദ പഠിതാവ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു വേദ വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങളാണ്. 4 അർത്ഥങ്ങൾ ഞാൻ പറയാം. നിര്യാണം എന്നുള്ളതിന് 4 പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. 1, ഇത് ഒരു നാവികൻ ഉപയോഗിക്കുന്ന പദമാണ്. നാവികൻ എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രക്കാരൻ അല്ലെങ്കിൽ കപ്പൽ നയിക്കുന്ന വ്യക്തി. നാവികൻ ഉപയോഗിക്കുന്ന പദമാണ് ഏത്? ഈ നിര്യാണം എന്നുള്ളതായ പദത്തിന്റെ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കടൽ വഴിയായിട്ട് യാത്ര ചെയ്തതായിരിക്കുന്ന കപ്പൽ കൊണ്ടുപോയതായിരിക്കുന്നതായ കച്ചവട ചരക്കുകളെല്ലാം അവിടെ ഇറക്കിയ ശേഷം കപ്പലും കരയുമായിട്ടുള്ള ബന്ധം വിടുവിച്ച്
കപ്പൽ ഒരു തുറമുഖത്ത് അടുത്താൽ കരയുമായി ബന്ധിക്കും. പിന്നെ കപ്പലിൽ നിന്ന് കടലിന്റെ അടിത്തട്ടിലേക്ക് നങ്കൂരം ഇറക്കും. നങ്കൂരം എന്ന് പറഞ്ഞാൽ അത് ഉരുക്കിന്റെ ഒരു സംവിധാനമാണ്. ഉരുക്കുകൊണ്ട് നിർമ്മിച്ചതായ ഒരു സംവിധാനമാണ്. അപ്പൊ ഈ നങ്കൂരം താഴോട്ടിടുക എന്ന് പറഞ്ഞാൽ കപ്പൽ കാറ്റടിച്ചാൽ ഇളകരുത്. അത് ഏറ്റവും അടിത്തട്ടിൽ പോയി ആ നങ്കൂരം കടലിന്റെ അടിത്തട്ടിൽ ഉറയ്ക്കണം. അതിനെയാണ് നങ്കൂരം എന്ന് പറയുന്നതായ ഒരു സംഭവം. അങ്ങനെയെങ്കിൽ ഈ കപ്പൽ തിരിച്ചു പോരുവാൻ സമയമാകുമ്പോൾ, തന്റെ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോരുവാൻ സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? കരയുമായിട്ടുള്ള കപ്പലിന്റെ ബന്ധം വിച്ഛേദിക്കും. മാത്രമല്ല, താഴെ കിറക്കിയിരിക്കുന്ന നങ്കൂരം ഉയർത്തും. ആ ഒരു പ്രക്രിയക്കാണ് ഈ നിര്യാണം എന്ന് പറയുന്ന അർത്ഥം ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? രണ്ടാമത്തെ അർത്ഥം, മറ്റൊരർത്ഥം അതിനുണ്ട്. നിര്യാണത്തിന് മറ്റൊരർത്ഥമുണ്ട്. അപ്പം പൗലോസിനോടുള്ള ബന്ധത്തിൽ ഈ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം കേട്ടോ. പൗലോസിന്റെ ഈ ലോകത്തിലെ ജീവിതം എന്ത് തീരാറായി. കരയുമായിട്ടുള്ള ബന്ധം വിടാറായി. നങ്കൂരം ഉയർത്താൻ സമയമായി എന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്ന സമയമായെന്നാണ് അതിന്റെ അർത്ഥം. വളരെ ആഴമായ അർത്ഥം അതിനുള്ളത് കേട്ടോ. നിര്യാണം എന്നുള്ളതിന്റെ രണ്ടാമത്തെ അർത്ഥം ഒരു ഉഴവുകാരന്റെ പദമാണത്. ഉഴവുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വയലിൽ കാളകളെ നുകത്തിൽ കെട്ടി നില ഉഴുതുന്ന ഒരു കർഷകന്റെ വാക്കാണ് ഈ നിര്യാണം എന്നുള്ള പദം സൂചിപ്പിക്കുന്നത്. ഒരു കർഷകൻ ഉപയോഗിക്കുന്ന വാക്കായിട്ട് സൂചിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ സന്ധ്യ വരെയും കാളകളെ നുകത്തിന്റെ കീഴിൽ കെട്ടി നില ഉഴുതു മറിച്ച ശേഷം തൻ്റെ ജോലി കഴിഞ്ഞിട്ട് കാളകളെ നുകത്തിന്റെ കീഴിൽ നഴിച്ചു മാറ്റി കാളകളെ കുളിപ്പിച്ച് കർഷകനും കുളി കഴിഞ്ഞ് കരയിൽ വിശ്രമിക്കുന്ന ആ അവസ്ഥയാണ് നിര്യാണം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന രണ്ടാമത്തെ അർത്ഥം. ഇതിനൊക്കെ ആഴമായ അർത്ഥങ്ങളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പൗലോസിനെ ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം ഏതാണ്ട് തീരാൻ പോകുകയാണ്. വിശ്വസ്തയോടെ ആ ദൗത്യം താൻ ചെയ്തു. എന്നിട്ട് ഒരു വിശ്രമത്തിലേക്ക് താൻ പോകുന്നുവെന്നാണ് ഈ ഭാഗം നമ്മെ സൂചിപ്പിക്കുന്നത്. നിര്യാണം എന്നുള്ളതിന്റെ മൂന്നാമത്തെ അർത്ഥം അതൊരു സഞ്ചാരിയുടെ വാക്കാണ്. ഒരു പരദേശ സഞ്ചാരിയുടെ പദമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത്. ഒരു പരദേശിയായിട്ട് സഞ്ചരിക്കുന്നതായ വ്യക്തികളുടെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ ഓരോ സ്ഥലത്തും മാറി മാറി താന് ടെന്റ് അടിച്ചാണ് താമസിക്കുന്നത്, അല്ലെ? കൂടാരം അടിച്ചാണ് താമസിക്കുന്നത്. ടെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കൂടാരം. പൗലോസിന്റെ ജോലി തന്നെ എന്തായിരുന്നു? കൂടാരപ്പണിയായിരുന്നു, അല്ലേ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകാൻ തുടങ്ങുമ്പോൾ ഈ സഞ്ചാരി എന്ത് ചെയ്യും? അവിടെ അടിച്ചിരുന്ന തന്റെ ടെന്റ്, തന്റെ കൂടാരം പൊളിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് അടിച്ചിറക്കിയതായ, കുറ്റിയിൽ കെട്ടിയതായ കയറ്, തൂണിൽ നിന്ന് വലിച്ചു കെട്ടിയതായ കയറ് കുറ്റിയിൽ നിന്ന് അഴിക്കും, അല്ലേ? അങ്ങനെ അഴിച്ച ശേഷമാണ് എല്ലാം കൂടെ മടക്കി കെട്ടി അടുത്ത സ്ഥലത്തേക്ക് താന് യാത്രയാകുന്നു. ആ ഒരു അർത്ഥം ഏതിനുണ്ട്? നിര്യാണം എന്നുള്ള വാക്കിനുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതും പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിച്ചാൽ, ഈ ലോകത്തിൽ പാർത്തൊരു സഞ്ചാരിയായിരുന്നു ആര്? പൗലോസ്, അല്ലേ? ഈ ലോകവാസം തീർന്നിട്ട് കൂടാരത്തിന്റെ കയറുകൾ അഴിച്ച് തന്റെ നിത്യ ഭവനത്തിലേക്ക് താൻ മടങ്ങിപ്പോകുന്ന ആ ഒരു ചിന്തയാണ് ഇവിടെ നിര്യാണം എന്ന് പൗലോസ് ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. ഒരു മിലിറ്ററിക്കാരന്റെ കാര്യം അതുപോലെയാണ്. പട്ടാളക്കാര്, അല്ലെ? എന്നും ഒരു സ്ഥലത്ത് അവരായിരിക്കത്തില്ല. അവർ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടാരമടിച്ച് താമസിക്കേണ്ടി വരും. അപ്പോൾ ഒരു മിലിറ്ററി വാക്കായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് താമസിച്ച സ്ഥലത്തായിരിക്കത്തില്ല നാളെ താമസിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. നാലാമത് ഇനി മറ്റൊരർത്ഥമുണ്ട് ഇതിന്, കേട്ടോ. നാലാമത് വേറൊരർത്ഥം ഇതിനുണ്ട്. അത് ഒരു ജയിൽവാസം അനുഭവിക്കുന്ന വ്യക്തിയുടെ വാക്കാണ്. കാരാഗൃഹത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ വാക്കാണ്. അത് പൗലോസ് തന്നെയാണ് അതിന്റെ ഉദാഹരണം. ദീർഘനാളുകൾ കാരാഗൃഹത്തിൽ കിടന്ന ശേഷം, കാരാഗൃഹവാസം കഴിഞ്ഞ് താന് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരർത്ഥമാണ് നിര്യാണം എന്നുള്ളതിനിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആരും ആഗ്രഹിക്കുന്ന കാര്യമാണോ കാരാഗൃഹത്തിൽ കിടക്കണമെന്ന്, ജയിലിൽ പോയി കിടക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ? പക്ഷെ ഇന്ന് ചില ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ പോയി കിടക്കാൻ. കാരണം നല്ല ഭക്ഷണം കിട്ടുമെന്നാ പറയുന്നത്. ആർക്കറിയാം? നമുക്കറിയാൻ വയ്യ. ഏതായാലും കാരാഗൃഹവാസത്തിൽ ദീർഘകാലം കഷ്ടത അനുഭവിച്ച ശേഷം അതിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് കടന്നു പോകുന്ന ആ ഒരു ചിന്ത നിര്യാണം എന്നുള്ള വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഏതാണ്ട് 4 അർത്ഥങ്ങൾ നിര്യാണം എന്നുള്ള വാക്കിന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിര്യാണം എന്ന് പറഞ്ഞാൽ പുതിയ നിയമഭാഗത്ത് മരണത്തിന് കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഒരു വാക്കാണ് ഏതാ? നിര്യാണം. നിര്യാണം. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മരണകാലം അടുത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി മറ്റു ചില വാക്കുകളുണ്ട്, കേട്ടോ. മരണത്തിന് കൊടുത്തിരിക്കുന്ന മറ്റു ചില വാക്കുകൾ, പുതിയ നിയമത്തിൽ മരണത്തിന് കൊടുത്തിരിക്കുന്ന മറ്റു ചില വാക്കുകൾ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക. ഫിലിപ്പിയർ 1:23. ഫിലിപ്പിയർ 1:23.
മറ്റൊരു പ്രയോഗം നിദ്ര കൊള്ളുക. നിദ്ര കൊള്ളുക 1 തെസ്സലോനിക്കർ 4:14. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കമെന്നും കൂടെ അർത്ഥമുണ്ട് അല്ലേ? അപ്പൊ മരണത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് നിദ്ര. ലാസർ മരിച്ചതിനെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, നമ്മുടെ സഹോദരനായിരിക്കുന്ന ലാസർ നിദ്ര കൊള്ളുന്നു, മരിച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിദ്ര മരണത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു വാക്കാണ്. അടുത്തത് അത്യുത്തമം, ഫാർ ബെറ്റർ, അത്യുത്തമം. ഫിലിപ്പിയർ 1:23. അത്യുത്തമം. മറ്റൊരു വാക്കാണ് ലാഭം. ഫിലിപ്പിയർ 1:21 തന്നെയുണ്ട്. അത്യുത്തമം എന്നുള്ളത് ഫിലിപ്പിയർ 1:23. ഫിലിപ്പിയർ 1:23. ലാഭം എന്നുള്ളത് ഫിലിപ്പിയർ 1:21. വീണ്ടും ഒരു പ്രയോഗമുണ്ട്, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമം. വിശുദ്ധന്മാരുടെ മരണത്തിന് സ്വർഗീയ ഭാഷയിലുള്ള ഒരു പേരാണ് വിശ്രമം. അപ്പൊ ഈ പറയപ്പെട്ട വാക്കുകളെല്ലാം വിശ്വാസികളോടുള്ള ബന്ധത്തിൽ മരണത്തിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് 116 സങ്കീർത്തനം 15 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോ പൗലോസിന്റെ ഈ വാക്കുകളിലൊന്നും ഒരു നിരാശയുടെ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. മാനുഷികമായി ഒരുപക്ഷെ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും നിരാശപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു നിരാശയുടെ വാക്ക് പൗലോസിന്റെ ഈ എഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ പൈതലിന്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ മാനുഷികമായിട്ട് ചില അവസരങ്ങളിൽ ആഴമായ ദുഃഖം തോന്നാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനമാണ് ആ സന്ദർഭത്തിലൊക്കെയും ആശ്വാസം നൽകുന്നത്. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസം തരുന്നതാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് 1 തെസ്സലോനിക്ക ലേഖനം 4:16 മുതൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുമെന്ന അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, നാം ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്ന് എഴുതിയ ശേഷം പൗലോസ് പറയുന്നുണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചുകൊള്ളുക.
ആ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ വേർപെട്ടവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, മാത്രമല്ല എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അപ്പൊ പൗലോസ് ഒരുക്കത്തിലാണ്, വലിയൊരു ഒരുക്കത്തിലാണ്. പൗലോസിന്റെ ഒരുക്കത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാം. പൗലോസിന്റെ സുവിശേഷത്തിൽ പൗലോസിന്റെ ഒരുക്കം എന്തിനൊക്കെയായിരുന്നു എന്ന് പറയാം. ഒന്ന്, സുവിശേഷം അറിയിക്കുന്നതിലുള്ള ഒരുക്കം. സുവിശേഷം അറിയിക്കുന്നതിലുള്ള ഒരുക്കം. റോമർ 1:15. സൽപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരുക്കം. സുവിശേഷം അറിയിക്കുന്നതിൽ ഒരുക്കം. റോമർ 1:15. സൽപ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള ഒരുക്കം. തീത്തോസ് 3:1. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. 7-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇവിടെ വീണ്ടും പൗലോസ് അലങ്കാര പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ താൻ പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിച്ചാൽ, ഒരു പടയാളിയുടെ ചിത്രം, ഒരു കായിക അഭ്യാസിയുടെ ചിത്രമൊക്കെ ഈ പദപ്രയോഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ പൗലോസിന്റെ മാനസാന്തര ജീവിതം ഒരു അവിശ്വാസിയുടെ ദൃഷ്ടിയിൽ ഒരു പോരാട്ടമായിട്ടല്ല, ഒരുപക്ഷെ അവനൊരു പോഷത്വമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്, ഇല്ലേ? പൗലോസിന്റെ വിശ്വാസയാത്ര അല്ലെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ട ശേഷമുള്ള ജീവിതകാലം ശ്രദ്ധിച്ചാൽ ഒരു അവിശ്വാസി പറയും, എത്ര പോഷത്വമായി കാണിച്ചതല്ലേ, അല്ലെങ്കിൽ പറയും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറയും. കാരണം നല്ല വിദ്യാസമ്പന്നൻ, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ഒരു വ്യക്തി കേവലം മാനസാന്തരത്തിന് ശേഷമുള്ളതായ തന്റെ ജീവിതത്തെ നോക്കിയിട്ട് ഒരു അവിശ്വാസി പറയും, അവൻ പോഷത്വമാണ് കാണിച്ചത്, അല്ലെങ്കിൽ അവന് ഭ്രാന്താണ് കാണിച്ചതെന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ദൈവകൃപയിലുള്ള വിശ്വാസ ജീവിതമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്നെ പോലെ ഒരു വിശ്വാസ വീരനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അത്രമാത്രം വിശ്വാസ വീരനായിരുന്നു ആര്? പൗലോസ്. സാത്താന് എതിരായ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും സകല തിന്മകളോടും ഏഷണികളോടും തന്റെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നതായ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തോടും എതിരായ മഹായുദ്ധമാണ് പൗലോസ് നടത്തിയത്.
തന്റെ ജീവിതം നിരന്തരമായൊരു പോരാട്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, നല്ല പോർ പൊരുതി. ഒരു കായിക അഭ്യാസിയെ പോലെ താൻ പറയുകയാണ്, മനോഹരമായ ഒരു മത്സരം ഞാന് അവസാനം വരെ പൊരുതി ജയമെടുത്തു എന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. തന്റെ ജീവിത സായാഹ്നത്തിൽ താൻ എത്തിച്ചേർന്നിരിക്കുക. നീ അധിക നാളുകൾ, അധിക ദിവസങ്ങൾ, അധിക മണിക്കൂറുകൾ തന്റെ മുമ്പിലില്ലെന്ന് തനിക്കറിയാം. കണ്ടോ, ആ അവസരത്തിൽ പൗലോസ് പറഞ്ഞ വാക്കിന് വളരെ അർത്ഥഗംഭീര്യമുണ്ട്. താൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു. ഒരു കായിക അഭ്യാസി അവന്റെ മത്സരത്തിൽ അവൻ ജയാളിയായി തീർന്നത് പോലെ അദ്ദേഹം പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു. അടുത്തതായിട്ട് എന്താ താൻ പറഞ്ഞത്? ഓട്ടം തികച്ചു. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിലകട്ടോ, കളിക്കളമല്ലിത്, ഒരു ഓട്ടക്കളമാണ്. ഒരു പന്തയ ഓട്ടത്തിലാണ് പൗലോസ് ആയിരുന്നതെങ്കിൽ നമ്മളും ഒരു ഓട്ടക്കളത്തിലാണെന്ന് മറക്കരുത്. നമ്മൾ ഓട്ടക്കാരാണ്. വിദഗ്ധനായ ഒരു ഓട്ടക്കാരനെ പോലെ തന്റെ ദൃഷ്ടി വിജയസ്തംഭത്തിൽ ഉറപ്പിച്ചു നോക്കിയിട്ട് താൻ ഓടി ഓട്ടം പൂർത്തിയാക്കിയതുപോലെ താൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഓട്ടം തികച്ചു. അങ്ങനെ ഒരു ദൈവവൈതൽ പറയാനിടയാകുന്നെങ്കിൽ എത്ര അനുഗ്രഹമായേനും, അല്ലേ? എത്ര അനുഗ്രഹമായേനും. ഏറ്റവും പഴക്കം ചെന്ന ഒരു കായിക മത്സരമാണ് ഒളിമ്പിക് ഗെയിംസ്. നമുക്കറിയാം, അല്ലേ? ഒളിമ്പിക് ഗെയിംസ് BC 776 ഗ്രീസിൽ ആരംഭിച്ചതായിരിക്കുന്ന ഒരു കളിയാണ് ഈ ഒളിമ്പിക് ഗെയിം എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 4 വർഷത്തിൽ ഒരിക്കലാണ് അത് ഗ്രീസിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിലൊരു പ്രധാന ഇനമായിരുന്നു മാരത്തോൺ ഓട്ടം. അപ്പോൾ പൗലോസിന്റെ കാലത്ത് അത് നവീന ഒളിമ്പിക്കായിട്ട് അവിടെ നടന്നതൊക്കെ ചിലപ്പോൾ പൗലോസിന് പരിചയം കാണും. ആ മാരത്തോൺ ഓട്ടത്തെ കുറിച്ചൊക്കെ നല്ല പരിചയം കാണും. പൗലോസിന്റെ ആ പശ്ചാത്തലം നോക്കിയാൽ ഒരോട്ട മത്സരത്തിൽ വിജയിയായി തീർന്ന, ഒരു വിജയ ശ്രീലാളിതനായി തീർന്ന വ്യക്തിയുടെ ആ മനോഭാവത്തിൽ പൗലോസ് അലങ്കാര ഭാഷയിലൂടെ പറയുകയാണ്, ഓട്ടം ഞാൻ തികച്ചിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അത് താൻ എഴുതി വെച്ചിരുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, അല്ലേ? പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിലേക്ക് കാഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രം. എബ്രായ ലേഖനകർത്താവും അത് പറഞ്ഞിരിക്കുകയാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന്. അങ്ങനെയാണെങ്കിൽ വിശ്വാസയാത്ര ഒരു ഓട്ടത്തിന് തുല്യമാണ്. ഇവിടെ ഓട്ടക്കാരനായിരുന്ന പൗലോസ് അവസാനം താൻ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ഓട്ടം തികച്ചു, അല്ലേ? ഓട്ടം തികച്ചു. എത്ര ഭംഗിയേറിയതായൊരു വാക്കാണ് അവിടെ താൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണെന്ന് പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. അവിടെ അതൊന്ന് നോട്ട് ചെയ്തു. ക്രിസ്തീയ ജീവിതം ഓട്ടത്തിന് തുല്യമാണ്. എബ്രായർ 12:1 സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടോടണം. രണ്ട്, സ്ഥിരതയോടെ ഓടണം. എബ്രായർ 12:1.
അടുത്തത് ഓട്ടം തികയ്ക്കണം. ഓട്ടം തികയ്ക്കണം. എന്ന് പറഞ്ഞാൽ ആമയും മുയലും ഓടിയ പോലെ ആകരുതെന്ന്. പകുതി ഓടിച്ചു പിന്നെ കിടന്നുറങ്ങരുത്. അപ്പോസ്തലപ്രവൃത്തി 20:24. അടുത്തത് ബിരുദ പ്രാപിക്കത്തക്കവണ്ണം ഓടണം. ഒന്ന് കൊരിന്ത്യർ 9:24. അടുത്തത് നിശ്ചയത്തോടെ ഓടണം. നിശ്ചയത്തോടെ ഓടണം. ഒന്ന് കൊരിന്ത്യർ 9:26. 1 കൊരിന്ത്യർ 9:26. അടുത്തത് ലാക്കിലേക്ക് ഓടണം. ഫിലിപ്പിയർ 3:14. ഫിലിപ്പിയർ 3:14. അപ്പം വിശ്വാസയാത്ര ഒരോട്ടമാണ്. മൂന്നാമത് താൻ പറയുന്നത് വിശ്വാസം കാത്തു, അല്ലേ? ദൈവത്തിലുള്ള വ്യക്തിപരമായ ആശ്രയം എന്നാണ് ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ദൈവത്തിലുള്ള വ്യക്തിപരമായ ആശ്രയം. വിശ്വാസം കാത്തു. വിശ്വാസം എന്ന നിക്ഷേപം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗൃഹവിചാരകനായിരുന്നു പൗലോസ്. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസം കാക്കണം കേട്ടോ, കാത്തോണം. അതിനെ തട്ടിത്തകർക്കുവാൻ സാത്താൻ പലവിധമാകുന്ന പ്രലോഭനങ്ങൾ നമ്മുടെ നേരെ കൊണ്ടുവരും. പക്ഷേ വിശ്വാസം കാത്തുകൊള്ളണം കേട്ടോ. കാരണം ഇത് ദൈവം നമുക്ക് ദാനം ചെയ്തതായ ഒരു ദാനമാണ് വിശ്വാസം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽക്കാർ എന്ന് വേണ്ട, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പലരും ഈ വിശ്വാസത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് കർത്താവിനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വിശുദ്ധ വിശ്വാസം നമ്മുടെ പക്കൽ ദൈവം തരുവാനായിട്ടിടയായി. കർത്താവിനെ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. അത് അന്ത്യം വരെയും കാത്തുകൊള്ളേണ്ട ചുമതല അതിൻ്റെ ഒരു ഗൃഹവിചാരകനാണ് നമ്മളെന്നുള്ള കാര്യം മറക്കരുത്. പൗലോസ് നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു? വിശ്വാസം കാത്തു. ഈ വാക്കുകൾ എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ്. പൗലോസിന്റെ ജീവിത അന്ത്യത്തിലെ 3 വാക്കുകളാണ് അത് കേട്ടോ. അത് ലോകം അംഗീകരിക്കുന്ന വാക്കുകളാണ്. നല്ല പോർ ഒരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ആർക്കങ്ങനെ പറയാൻ കഴിയും? നമുക്കങ്ങനെ പറയുവാനുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നേ? ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നമ്മളെയും ഉൾപ്പെടുത്തി പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ? നല്ല പോർ വരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്താൽ എന്താ അതിന്റെ ഗുണം? നീതിയുടെ കിരീടം ലഭിക്കും. അപ്പൊ പൗലോസ് അടുത്തതായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്തുവാ? നീതിയുടെ കിരീടമാണ്. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിട്ട് പൗലോസ് പറയുകയാണ്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. പക്ഷേ അടുത്ത വാക്യത്തിൽ നമ്മളെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പം
നമ്മളെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നല്ലപോർ ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്താൽ എന്തോ കിട്ടുന്ന കിരീടം? നീതിയുടെ കിരീടം. നീതിയുടെ കിരീടം. നീതിയുടെ കിരീടം എന്നുള്ളതായ വിഷയം അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എത്ര കിരീടമുണ്ട്, അത് ആർക്കെല്ലോ കിട്ടുന്നതെന്നൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയം തീർന്നു. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്.